നമസ്കാരം. താരസംഘടനയുമായി അകലം പാലിക്കാൻ മോഹൻലാൽ തീരുമാനിച്ചതിന് പിന്നിൽ യുവനടന്റെ ഓഡിയോ സംഭാഷണം ഒരു കാരണമായി എന്ന തരത്തിൽ ഏതാനും ദിവസം മുൻപ് വാർത്തകൾ വന്നിരുന്നു. തീർത്തും മോശക്കാരനാകും വിധം മോഹൻലാലിനെ കുറ്റപ്പെടുത്തി യുവനടൻ സംസാരിക്കുന്ന ഓഡിയോയാണ് അമ്മയിലെ ഭാരവാഹിത്വം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് ലാലിനെ എത്തിച്ചതെന്നാണ് വസ്തുത. ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറി. ഇതിനിടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ ചെന്നുനിന്നത് സംവിധായകനായ പ്രമുഖ നടനിലേക്കാണ്. എന്നാൽ താരകുടുംബത്തിൽ നിന്നുള്ള സംവിധായകനായ നടനല്ല മോഹൻലാലിനെ വേദനിപ്പിക്കുന്ന പരാമർശം നടത്തിയത്. മോഹൻലാൽ അഭിനയിച്ചിട്ടേ ഇല്ലാത്ത സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു ലാലിനെ വേദനിപ്പിച്ചത്. ഈ സിനിമയിൽ മോഹൻലാലിന്റെ മകനും അഭിനയിച്ചിട്ടില്ല. ചീത്ത വിളിച്ച നടന്റെ ജീവനക്കാരിൽ നിന്നാണ് ഈ സംഭാഷണം സിനിമാ സംഘടനകൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംവിധായകനായ നടന് ഒരു പങ്കുമില്ല. മോഹൻലാലിനെയും മകനെയും തെറ്റായ രീതിയിൽ പറഞ്ഞ നടനും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതിനിടെ ഈ നടൻ അമ്മയുടെ പ്രസിഡന്റായി മത്സരിക്കാൻ കരുക്കൾ നീക്കുന്നതായും സൂചനയുണ്ട്. എന്നാൽ സിനിമാക്കാർക്കിടയിൽ ഒരു പിന്തുണയുമില്ലെന്ന തിരിച്ചറിവിൽ കുറച്ചു കാലത്തിനിടെ ഈ നടൻ എത്തിക്കഴിഞ്ഞു. സിനിമാ സംഘടനകളുടെ ഉന്നതർക്ക് കിട്ടിയ നടന്റെ ഓഡിയോയിൽ ലാലിന്റെ മകനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ സംഭാഷണം ലാലും കേൾക്കാനിടയായി. ഇങ്ങനെ തന്നെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടതില്ലെന്ന നിലപാടിൽ ലാൽ എത്തുകയായിരുന്നു. മോഹൻലാലുമായി ഏറെ അടുത്തു നിന്ന നടനാണ് സ്വകാര്യ സംഭാഷണത്തിനിടെ ലാലിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്. സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും ലാലിന്റെ മകൻ പ്രണവ് ഒരു കാര്യത്തിലും ഇടപെടാറില്ല. ആരുമായി മത്സരിക്കാനും പോകാറില്ല. സൂപ്പർ ഹിറ്റുകളിലെ നായകനാണെങ്കിലും അതിന്റെ ബഹങ്ങളിലേക്ക് പോലും പ്രണവ് പോകാതെ മാറി നടക്കാറാണുള്ളത്. ഈ സാഹചര്യത്തിൽ മകനെതിരായ നടന്റെ വിമർശനം ലാലിനെ ഏറെ വേദനിപ്പിച്ചു. ഇതുകൊണ്ട് കൂടിയാണ് അമ്മയിൽ നിന്നും ബ്രേക്ക് എടുക്കാനുള്ള ലാലിന്റെ തീരുമാനം. നേരത്തെ നടിയെ ആക്രമിച്ച കേസും വിവാദങ്ങളും ലാലിനെ വേദനിപ്പിച്ചിരുന്നു. അന്നും സ്ഥാനമൊഴിയാൻ സന്നദ്ധനായി. എന്നാൽ മമ്മൂട്ടിയുടെ സ്നേഹ നിർദ്ദേശം ലാൽ ഉൾക്കൊണ്ടു. വീണ്ടും അമ്മയുടെ അധ്യക്ഷനായി. ഇനി മമ്മൂട്ടിയുടെ സമ്മർദ്ദം ഉണ്ടായാലും അമ്മയുടെ ഭാരവാഹി ആകില്ലെന്ന് മോഹൻലാൽ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഓഡിയോ കേട്ടവർ ആരും ഇനി മോഹൻലാലിനെ സമ്മർദ്ദത്തിലൂടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അമ്മയിൽ മോഹൻലാലിന്റെ നിലപാടാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗത്തെ കൊണ്ടുവരാനും ആലോചനയുണ്ട്. 3 മാസത്തിനകം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംഘടനയിൽ പ്രാരംഭ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ച നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റായി മോഹൻലാൽ തുടരണമെന്നായിരുന്നു അംഗങ്ങളുടെ പൊതുവികാരം. എന്നാൽ അത് തള്ളിക്കളഞ്ഞാണ് മോഹൻലാൽ നിലപാട് വ്യക്തമാക്കിയത്.